ഹായ് മക്കളെ, അപ്പം വെൽക്കം ടു സ്കൂളി അഗെയിൻ. സോ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ നമുക്ക് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. സോ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സിൽ വരുന്ന കോണ്ടന്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ നമുക്ക് വൈകിപ്പിക്കേണ്ട, എല്ലാവരും ഒന്ന് സ്റ്റഡി ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ട് അല്ലേ. ഇനി സ്റ്റാർട്ടിങ് ട്രബിളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എങ്ങനെയാണ്, ഓക്കെ, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതിൽ എന്തൊക്കെ പ്രോസസ്സുകളുണ്ട്, ഏതൊക്കെ മോഡ് ഓഫ് ന്യൂട്രീഷൻസ് ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, വൈകിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഓക്കെ ഓക്കെ സോ എന്താണ് ന്യൂട്രീഷൻ? ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് നറിഷ്മെൻറ്റ്, അല്ലെങ്കിൽ ഫുഡ് കൊടുത്ത് ഫുഡിലൂടെ എനർജി കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിംപ്ലി ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ: ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ് ഒബ്റ്റെയിൻ ആൻഡ് യൂസ് സബ്സ്റ്റൻസസ് ഫോർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. പ്ലാന്റ്സ് അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്റ്റൻസസിനെ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയാം. നമ്മൾക്ക് എന്ത് വേണം? ന്യൂട്രിയൻസ് എന്താ? ദ കോമ്പണൻറ്റ് ഓഫ് ഫുഡ് അല്ലേ. ദ കോമ്പണൻറ്റ്സ് ഓഫ് ഫുഡിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുക. ഏതൊക്കെയാണ് കോമ്പണൻറ്റ് ഓഫ് ഫുഡ്? നമ്മൾ ഹ്യൂമൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ പറയും? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്തൊക്കെയാ? ഫാറ്റ്സ്, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, ഇതൊക്കെ കോമ്പണൻറ്റ്സ് ഓഫ് ഫുഡാണ്. ഇതിനെയാണ് സിംപ്ലി ന്യൂട്രിയൻസ് എന്ന് പറയാം. ഇത് മാക്രോ ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെ പ്ലാന്റ്സിനും വേണം അല്ലേ. പ്ലാന്റ്സും ആനിമൽസും ഹ്യൂമൻസും എല്ലാം ഒരേ ഇതിൽ പെടുന്ന ആൾക്കാരാണല്ലോ. യൂക്കാരിയോട്സിൽ എല്ലാം എന്താ, ജീവനുള്ള ആൾക്കാരാണ് അല്ലേ. സോ എന്താണ്, ഇവർക്കൊക്കെ വളരാനും ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്ത് വേണം? ന്യൂട്രീഷൻ വേണം. ഫുഡ് കിട്ടുന്നതിലൂടെയാണ് ഇവർക്ക് ഈ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് അവർ വളരുന്നത് അല്ലേ. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ ആനിമൽസും ഇല്ല. ബോത്ത് ആർ ഡിപ്പെൻഡൻറ്റ് അല്ലേ. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആനിമൽസ്, ഹ്യൂമൻസ്, നമ്മളൊക്കെ ലീവ് ചെയ്യുന്നത് അല്ലേ, ജീവിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? എന്തിനാണ് പ്ലാന്റ്സിന് ന്യൂട്രിയൻസ്? എന്തിനാണ് പ്ലാന്റ്സിന് ന്യൂട്രീഷൻസ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എനർജി, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ന്യൂട്രിയൻസ് ഫോർ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, റീപ്രൊഡക്ഷൻ, ഹെൽത്ത് ആൻഡ് റെസിസ്റ്റൻസ് ടു ഡിസീസസ്. ഓക്കെ, ഒട്ടുമിക്ക മെറ്റബോളിക് ആക്ടിവിറ്റീസിനും നമ്മുടെ ലൈഫ് പ്രോസസ്സിനും എന്ത് വേണം? ന്യൂട്രീഷൻ വേണം. ഓക്കെ ഓക്കെ സോ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും എന്ത് വേണം? ഫുഡ് വേണം. ഫുഡും വാട്ടറും ഒന്നുമില്ലാതെ ലിവിങ് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും അല്ലേ, ഹ്യൂമൻ ആയാലും എല്ലാവർക്കും എന്ത് വേണം? ഫുഡ് വേണം, വാട്ടർ വേണം. ഓക്കെ, പ്ലാന്റ്സ് ക്യാൻ മേക്ക് ഫുഡ് ഫോർ ദംസെൽസ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പ്ലാന്റ്സ് ക്യാൻ മേക്ക് ഫുഡ് ഫോർ ദംസെൽസ്. അവർക്ക് their own ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ഒറ്റയ്ക്ക് അവരുടേതായ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കേസ് അങ്ങനെയല്ല. ഓക്കെ, സോ plants can make food for themselves, but animals including humans cannot. Okay, they get it from plants or animals that eat plants. Okay, thus humans and animals are directly or indirectly dependent on plants. Okay, പ്ലാന്റ്സിൽ നിന്നാണ് ആനിമൽസിനെയും ഹ്യൂമൻസിനെയൊക്കെ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ഫുഡ് കിട്ടുന്നത്. പക്ഷെ പ്ലാന്റിന് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഏതൊക്കെയാണ് പ്ലാന്റ്സിൽ? 2 ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. ഓക്കെ, സോ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ് കേട്ടോ. പഠിച്ച് ഏതൊക്കെയാണ് ക്ലിയർ ആയിട്ട് തന്നെ ടോപ്പിക്കൊക്കെ പഠിച്ചു പോയാൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, സോ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്തൊക്കെയാണ്? മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് നോക്കാം. The mode of nutrition in which organisms make food themselves from simple substances is called autotrophic. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താ?
സെൽഫ്, ട്രോഫിക് എന്ന് പറഞ്ഞാൽ ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെൻറ്റ്, സെൽഫ് നറിഷ്മെൻറ്റ്. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി സ്വന്തമായിട്ട് നറിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് എന്ന് വിളിക്കുക. അത്തരത്തിലുള്ള ന്യൂട്രീഷനെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. സോ പ്ലാന്റ്സ് എന്തിൽ പെടുന്നതായിരിക്കും? ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ പെടുന്നതായിരിക്കും പ്ലാന്റ്സ് ഒക്കെ. ഓക്കെ, പ്ലാന്റ്സ്, സം ആൽഗെ, ഫൈറ്റോ പ്ലാങ്ക്ടൺ, സം ബാക്ടീരിയ, ഈ പറയുന്ന ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, പ്ലാന്റ്സിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ കേസിൽ അങ്ങനെയല്ല. ഓക്കെ, ഇനി ആനിമൽസിന്റെ കേസ് എടുത്ത് നോക്കിയാലോ. ആനിമൽസ് ആൻഡ് മോസ്റ്റ് അതർ ഓർഗാനിസംസ് ടേക്ക് ഇൻ ഫുഡ് പ്രിപ്പയർഡ് ബൈ പ്ലാന്റ്സ്. പ്ലാന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, സോ ദേ ആർ കോൾഡ് ഹെറ്ററോട്രോഫ്സ്. ഹെറ്ററോസ് മീൻസ് അതർ. ഓക്കെ, ഹെറ്ററോട്രോഫ്സ് ആണ്. അപ്പം നമ്മൾ, ബാക്കി ആനിമൽസ്, ഇവരെല്ലാം പെടുന്നത് എന്തിലാണ്? ഹെറ്ററോട്രോഫ്സിലാണ്. ഓക്കെ, ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഹെർബിവോർസ് വരും, പുല്ല് ചെടികളെ ഡയറക്റ്റ് കഴിക്കുന്നവർ, സസ്യബുക്കുകൾ ഹെർബിവോർസ് വരും, ഒംനിവോർസ് വരും, ഡീകമ്പോസേഴ്സ് വരും, അല്ലേ, കാർണിവോർസ് എല്ലാം വരും. ഹയർ ട്രോഫിക്, സ്മോൾ ട്രോഫിക് ലെവൽ തൊട്ട് ഹയർ ട്രോഫിക് ലെവൽ വരെയുള്ള എല്ലാ ഓർഗാനിസംസും ഹെറ്ററോട്രോഫ്സിൽ വരും. പ്ലാന്റ്സ് മാത്രമാണ് ഓട്ടോട്രോഫ്സിൽ വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്ലാന്റ്സിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതാണ് പിന്നെ അടുത്തൊരു ചോദ്യം, അല്ലേ. എങ്ങനെയാണ് പ്ലാന്റ്സിന് ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്? അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ചെറിയ ക്ലാസ് തൊട്ട്, നിങ്ങളിപ്പോൾ 7th മാത്രമല്ല, ചെറിയ ക്ലാസ്സിൽ തൊട്ട് നിങ്ങൾ പഠിച്ചു വരുന്നതായിരിക്കും ഫോട്ടോസിന്തസിസ്, അല്ലേ. ചെറിയ ക്ലാസ് തൊട്ട് 10th വരെ പഠിക്കാനുള്ളതിലും എന്തുണ്ട്? ഫോട്ടോസിന്തസിസ് ഉണ്ട്. അപ്പോൾ ബേസ് തൊട്ട് അങ്ങ് പഠിച്ചു പോയിക്കോളാം. ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് മേക്കിംഗ് പ്രോസസ് ഇൻ പ്ലാന്റ്സ്. സിംപ്ലി ദ ഫുഡ് മേക്കിംഗ് പ്രോസസ് ഇൻ പ്ലാന്റ്സ്. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ, അല്ലേ. എന്ത് എനർജീനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആക്കി അല്ലെങ്കിൽ നമ്മളുടെ ഫുഡാക്കി മാറ്റുന്നത്? സൺലൈറ്റ് ആണല്ലേ അൾട്ടിമേറ്റ് എനർജി. സൺലൈറ്റ് എനർജിയാണ്, അതിനെയാണ് നമ്മൾ ഫുഡാക്കി മാറ്റുന്നത് പ്ലാന്റ്സിൽ. ഓക്കെ, പ്ലാന്റ് എന്ത് ചെയ്യും? പ്ലാന്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ യൂസ് ചെയ്തിട്ട്, സൺലൈറ്റ് എനർജി ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന് വേണ്ട ഫുഡ് ഉണ്ടാക്കും. എവിടെയാണ് ഉണ്ടാക്കുക? ലീവ്സിലാണ് ഉണ്ടാക്കുക, ഇലകളിൽ. സോ ലീവ്സ് ആർ ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഫുഡ് ഫാക്ടറീസ് അല്ലെങ്കിൽ അടുക്കള, കിച്ചൺ ഓഫ് ദി പ്ലാന്റ്സ് എന്താണ്? ലീവ്സ് ആണ്. ഓക്കെ, ഇലകളാണ്. ഓക്കെ, സോ ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിഗ്മെന്റ് ഉണ്ട്, ഗ്രീൻ പിഗ്മെന്റ്. പ്ലാന്റ്സിൽ ഗ്രീൻ കളറിൽ പ്ലാന്റ്സ് ഒക്കെ കാണാനുള്ള കാരണം ഈ പിഗ്മെന്റ് ആണ്, ഗ്രീൻ പിഗ്മെന്റ് ആയ ക്ലോറോഫിൽ. പേര് പഠിക്കണം കേട്ടോ, ക്ലോറോഫിൽ. അപ്പം ഇവരാണ് സൺലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യുന്നത്. സോ ക്ലോറോഫിൽ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള പാർട്ടാണ്. ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്യണമെങ്കിൽ ആര് വേണം? ക്ലോറോഫിൽ വേണം. അത് എവിടെയാണ് കാണുക? അത് ലീവ്സിലാണ് കാണുക. ക്ലോറോഫിൽ ഇസ് ദ ഗ്രീൻ പിഗ്മെന്റ് പ്രസന്റ് ഇൻസൈഡ് ദി ലീവ്സ് ആൻഡ് ലീവ്സ് ആർ ദി ഫുഡ് ഫാക്ടറീസ് ഓർ കിച്ചൺ ഹു പ്രിപ്പയർ ദി ഫുഡ് ഫോർ ദി എൻറ്റയർ പ്ലാന്റ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി എങ്ങനെയാണ്? അപ്പം നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ യൂസ് ചെയ്ത്, സൺലൈറ്റ് എനർജിയും യൂസ് ചെയ്തിട്ട് ക്ലോറോഫിലിൻ്റെ സഹായത്തോടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്ങനെയാണ് ഈ ലീവ്സിലേക്ക് ഈ വാട്ടർ മിനറൽസ് എത്തുന്നത്? ദ വാട്ടർ ആൻഡ് മിനറൽസ് പ്രസന്റ് ഇൻ ദ സോയിലാണല്ലോ ഉണ്ടാവുക, ആർ അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ദി ലീവ്സ്. അപ്പം വേര്, നമ്മുടെ റൂട്ട്സ് എന്ത് ചെയ്യും? വലിച്ചെടുക്കും സോയിലുള്ള വാട്ടറും മിനറൽസും, എന്നിട്ട് നേരെ അങ്ങോട്ട് പോവും, ലീവ്സിലേക്ക് പോവും. ഓക്കെ, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എയർ ഈസ് ടേക്കൺ ഇൻ ത്രൂ ദ ടൈനി പോർസ്. ഓക്കെ, അപ്പം ലീവ്സിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ടൈനി പോർസ് ഉണ്ട്. ലീവ്സിൽ ചെറിയ ടൈനി പോർസ് ഉണ്ട്. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാപ്പ് ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസിൽ ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ലേ. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുക? നമ്മളുടെ സ്റ്റൊമാറ്റ വഴി. ഈ ലീവ്സിൽ ചെറിയ ടൈനി പോർസ് ഉണ്ട്, അതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുക. അതിലൂടെയാണ് ഗ്യാസ് ഉള്ളിലേക്ക്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക്, ലീഫിൻ്റെ ഉള്ളിലേക്ക്, പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഓക്കെ, ഇപ്പം സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ടൈനി പോർസ് പ്രസന്റ് ഇൻ ദ സർഫേസ് ഓഫ് ദി ലീവ്സ്.
നോക്കൂ, കാർബൺ ഡയോക്സൈഡ് ഫ്രം എയർ ഈസ് ടേക്കൺ ഇൻ ത്രൂ ദ ടൈനി പോർസ് പ്രസന്റ് ഓൺ ദി സർഫേസ് ഓഫ് ദ ലീവ്സ്. ദീസ് പോർസ് ആർ സറൗണ്ടഡ് ബൈ ഗാർഡ് സെൽസ്. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ. നോക്കൂ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് സ്റ്റൊമാറ്റയുടെ അല്ലേ. സ്റ്റൊമാറ്റയിൽ ഗോഡ് സെൽസ് ഉണ്ടാവും. ഓക്കെ, പിയർ ഷേപ്പായിട്ട് സ്റ്റൊമാറ്റയിൽ എന്തുണ്ടാവും? ഗോഡ് സെൽസ് ഉണ്ടാവും. ഈ ഗോഡ് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പോർസിനെ സറൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റൊമാറ്റയിൽ ഉള്ളിലേക്ക് വെള്ളം കയറി, ഉള്ളിലേക്ക് ഗ്യാസ് കയറി, ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. പിന്നെ അത് പോയി കഴിഞ്ഞാൽ ലോസ് ഓഫ് വാട്ടർ സംഭവിച്ചാൽ അത് ക്ലോസ് ആവും. ഇപ്പോൾ ക്ലോസ്ഡ് സ്റ്റൊമാറ്റ ഉണ്ട്, ഓപ്പൺ സ്റ്റൊമാറ്റ ഉണ്ട് കേട്ടോ. സോ ഗോഡ് സെല്ലാണ് സ്റ്റൊമാറ്റൽ പോറിനെ കവർ ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ. ഓക്കെ, സോ ആ പോർസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്താണെന്ന് മനസ്സിലായല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടണമെങ്കിൽ സ്റ്റൊമാറ്റ വേണം. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ്, ആ പോർസിൻ്റെ ഉള്ളിൽ കൂടിയാണ് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുക. ഓക്കെ, എവിടെയാണ് അത് കാണപ്പെടുക? സർഫേസ് ഓഫ് ദി ലീവ്സിൽ. ഓക്കെ ഓക്കെ ഇനി water and minerals are transported to the leaves by the vessels which run like pipes throughout the root. ഓക്കെ, അപ്പോൾ റൂട്ടിലൂടെയാണ് വാട്ടറും മിനറൽസും സോയിലിൽ നിന്ന് നമ്മളെ ചെടികളിലേക്ക് എത്തുക എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതെങ്ങനെയാണ് എത്തുക? നമ്മുടെ റൂട്ട് തൊട്ട് ചെറിയ വെസൽസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ്സിൽ, ലീഫിൻ്റെ അടുത്തേക്ക്. ഓക്കെ, സൈലം വെസൽസ് ആണത്. ഓക്കെ, സൈലം വെസൽസ്. ഓക്കെ, സോ വാട്ടർ ആൻഡ് മിനറൽസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ലീവ്സ് ബൈ ദ വെസൽസ് വിച്ച് റൺ ലൈക്ക് പൈപ്സ് throughout the root, the stem and the branches and leaves. ഓക്കെ, എല്ലാ ഭാഗത്തേക്കും ആ വെസൽസ് പോകുന്നുണ്ട്. അതിന് സൈലം വെസൽസ് എന്നാണ് പറയുക. സൈലം എന്ന് പറയുന്ന ടിഷ്യൂ ആണ് നമ്മളുടെ പ്ലാന്റ്സിലേക്ക്, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഓരോ പാർട്ടിലേക്കും വാട്ടറിനെയും മിനറൽസിനെയും കൊണ്ടുപോയി എത്തിക്കുന്നത്. ഓക്കെ, ഫ്ലോയം എന്ത് ചെയ്യും? ലീവ്സിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട്, ബൈ ദ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് ക്യാൻ മേക്ക് ഫുഡ്, റൈറ്റ്? സോ ആ ഫുഡിനെ പിന്നെ ബാക്കിയുള്ള പാർട്ടിലേക്കൊക്കെ എത്തിക്കണ്ടേ? ബ്രാഞ്ചിൽ, സ്റ്റെമ്മിൽ, എല്ലാത്തിലും എത്തിക്കണ്ടേ? അത് ചെയ്യണത് ഫ്ലോയം ടിഷ്യൂ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ പോയിന്റ്. സോ വാട്ടർ ആൻഡ് മിനറൽസ് എങ്ങനെയാണ് പോണത്? സൈലം വെസൽസിലൂടെയാണ് നമ്മുടെ ലീവ്സിലും സ്റ്റെമ്മിലും ബാക്കി പ്ലാന്റ്സിന്റെ എല്ലാ പാർട്ടിലും എത്തുന്നത്. ഓക്കെ, they form a continuous path or passage, are the vessels, okay, for the nutrients to reach the leaf. They are called vessels. Okay, okay, then ലീവ്സിലാണ് നമ്മുടെ ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെന്താണ്? യു ക്യാൻ സീ ഇൻ ദ പിക്ചർ. ലീവ്സിന്റെ സർഫേസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് കാണുന്നത്. ദ ഗ്രീൻ പിഗ്മെന്റ് പ്രസന്റ് ഇൻസൈഡ് ദ ലീവ്സ്. ഓക്കെ, സോ ദ ലീവ്സ് ഹാവ് എ ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. അതുകൊണ്ടാണ് ഇലകൾക്ക് പച്ച നിറം കിട്ടുന്നത്. ഇറ്റ് ഹെൽപ്സ് ലീവ്സ് ടു ക്യാപ്ചർ ദ എനർജി ഓഫ് ദി സൺലൈറ്റ്. ഞാൻ പറഞ്ഞു, എനർജി ആണ്, സൺലൈറ്റ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൺലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഫുഡായിട്ട്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കേട്ടോ. ഫുഡായിട്ട് ആരെയാ മാറ്റുന്നത്? സൺലൈറ്റ് എനർജീനെയാണ്. അപ്പോൾ ആ സൺലൈറ്റ് എനർജീനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാപ്പ് ചെയ്യണം. അതിന് സഹായിക്കുന്നത് ആരാ? ദിസ് ഗ്രീൻ പിഗ്മെന്റ് ഇസ് നോൺ ആസ് chlorophyll. Okay, it helps leaf to capture the energy of the sunlight. This energy is used to synthesize or prepare food from carbon dioxide and water. ഓക്കെ, അപ്പം ആ സൺലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി, കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും വലിച്ചെടുത്ത് സൺലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട് ക്ലോറോഫിലിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യും? സൺലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഫുഡാക്കി മാറ്റും. ആ പ്രോസസ്സിനെയാണ് സിംപ്ലി നമ്മൾ എന്ത് വിളിക്കുക? ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞുതരാം. പ്ലാന്റ്സ് എന്ത് ചെയ്യും? പ്ലാന്റ്സിൽ ക്ലോറോഫിൽ ഉണ്ട്, ലീവ്സിന്റെ സർഫേസിൽ ക്ലോറോഫിൽ ഉണ്ട്. ഈ ക്ലോറോഫില് സൺലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യും. സൺലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്തിട്ട് ഈ എനർജി യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കൂടി എന്താക്കി മാറ്റും? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുഡ്. ഓക്കെ, ഫുഡായിട്ട് ഗ്ലൂക്കോസ്. ഓക്കെ, സിംപ്ലി ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറ്റുക. ഗ്ലൂക്കോസ് ഇസ് എ കാർബോഹൈഡ്രേറ്റ്. ഗ്ലൂക്കോസ് ആയിട്ടും ഓക്സിജൻ ആയിട്ടും മാറ്റും. സിംപ്ലി ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, സോ ഫോട്ടോസിന്തസിലൂടെയാണ് ഓക്സിജൻ വരെ റിലീസ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് കഴിയുമ്പോഴാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ വേണ്ടേ? അപ്പം അൾട്ടിമേറ്റ്ലി പ്ലാന്റ്സ് വേണ്ടേ? ഓക്കെ, അപ്പം മരം വെട്ടുമ്പോൾ സൂക്ഷിക്കുക, മരം വെട്ടാതിരിക്കുക, തൈകൾ നട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, സോ this energy, the sunlight energy is used to synthesize the food. Okay,
Since the synthesis of food occurs in the presence of sunlight, it is called photosynthesis. നമ്മൾ എന്തുകൊണ്ടാണ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് അല്ലേ? ഫോട്ടോസിന്തസിസ് എന്നുള്ള പേര് വരാൻ കാരണം എന്താ? നമ്മൾ സൺലൈറ്റ് എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ഫോട്ടോസിന്തസിസ് എന്നുള്ള പേര് വരാൻ കാരണം. എന്താണ്? ഫോട്ടോ ലൈറ്റ്, സിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുക, ലൈറ്റിന്റെ പ്രസൻസിൽ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സോ photosynthesis, during photosynthesis, chlorophyll containing cells of leaves, that is chloroplast, okay, in the presence of sunlight, use carbon dioxide and water to synthesize carbohydrates, okay, glucose, okay. This process can be represented in an equation. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Carbon dioxide plus water gives, in the presence of sunlight, ആരാ ട്രാപ്പ് ചെയ്യുക? ക്ലോറോഫിൽ. gives carbohydrate plus oxygen. മനസ്സിലായോ? ഈ ഇക്വേഷൻ നിങ്ങൾ ഫോട്ടോസിന്തസിന്റെ ഡെഫിനിഷൻ എപ്പൊക്കെ എഴുതണോ ഈ ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചോ, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ താനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം, എന്തായാലും പഠിച്ചു വെക്കണം, നോ കോംപ്രമൈസ്. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ gives in the presence of sunlight or using the sunlight, trapping ആരാ ചെയ്യുന്നത്? ട്രാപ്പ് ചെയ്യുന്ന ക്ലോറോഫിൽ, the green pigment, forms or convert or produce carbohydrate plus oxygen. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇത് ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണവരുടെ കാര്യമാണ് പറഞ്ഞത്, അത് പ്ലാന്റ്സ് ആണ്. ഇനി ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താണെന്ന് നോക്കണ്ടേ? ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാതെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെ, അതായത് പ്ലാന്റ്സിനെ, ഓട്ടോട്രോഫ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഹെറ്ററോട്രോഫ്സ് പറയുക. അങ്ങനെയുള്ളവരുടെ ന്യൂട്രീഷനാണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. അത് രണ്ട് ടൈപ്പാണുള്ളത്, മെയിൻലി അത് രണ്ട് ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? ഹെറ്ററോട്രോഫിക് പ്ലാന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു ഗ്രൂപ്പ്സ്, ദാറ്റ് ഈസ് പാരസൈറ്റ്സ് ആൻഡ് സാപ്രോട്രോഫ്സ് ഓർ സാപ്രോഫൈറ്റ്സ്. ഓക്കെ, അതിൽ പെടുന്ന ആൾക്കാരാണ്, സാപ്രോഫൈറ്റ്സിൽ പെടുന്ന ആൾക്കാരാണ് ഈസ്റ്റ്, മഷ്റൂം, മോൾഡ് ഒക്കെ. അതുപോലെ പാരസൈറ്റ്സിൽ പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ലൈസ്, ടേപ്പ് വേം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാരസൈറ്റ്സിൽ പെടും. ഹ്യൂമൻ പാരസൈറ്റ് ഒക്കെ ആയിട്ട് ലൈസ് യൂസ്, അല്ലേ? നമ്മുടെ തലയിലെ പേനൊക്കെ മനസ്സിലാവാൻ വേണ്ടി, പാരസൈറ്റ്സ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. ഹ്യൂമൻ പാരസൈറ്റ് ആണ് ലൈസ് ഒക്കെ, നമ്മുടെ തലയിലൊക്കെ കാണുന്ന പേന്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ലൗസ് ഒക്കെ ഉണ്ട്, ഹ്യൂമൻ ബോഡിയിലൊക്കെ കാണുന്ന പേനുകൾ, ടേപ്പ് വേം, ഇവരൊക്കെ പാരസൈറ്റിന്റെ ഗണത്തിൽ പെടുന്നതാണ്. പാരസൈറ്റ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? ഒരു ബോഡിയിൽ, ഒരു ഓർഗാനിസത്തിൽ കയറിപ്പറ്റി അവരുടെ ഫുഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പാരസൈറ്റ്സ് പറയാം. ഓക്കെ, എനിവേ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ രണ്ട് ആൾക്കാരാണുള്ളത്, സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും. അതെന്താണെന്ന് നോക്കാം പ്ലാന്റ്സിന്റെ കേസിൽ കേട്ടോ. സോ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ഓർഗാനിസം ലീവ് ഓൺ ഓർ ഇൻസൈഡ് ദ ലിവിങ് ഓർഗാനിസം ടു ഡിറൈവ് ദെയർ ഫുഡ്. ഒന്നെങ്കിൽ അതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസത്തിൻ്റെ പുറത്തോ അതിൻ്റെ ഉള്ളിലോ, അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലോ ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, സോ their mode of nutrition is called parasitic nutrition. പാരസൈറ്റ്സിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷനെയാണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുക. The organism from which a parasite draws its food is called a host. ഓക്കെ, ഇപ്പൊ പാരസൈറ്റ്, ഇപ്പൊ ഏതോ ആയിക്കോട്ടെ, ഏത് പാരസൈറ്റോ ആയിക്കോട്ടെ, അതിന് സ്വന്തമായിട്ട് ഫുഡൊന്നും കിട്ടില്ല. അതെന്ത് ചെയ്യും? വേറൊരു ഓർഗാനിസത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എടുത്ത് അത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കും. സോ ആ ഒരു കയറി കൂടുന്ന ഓർഗാനിസം ഏതിൻ്റെ മുകളിലാണോ, ഏത് ഓർഗാനിസത്തിന്റെ ബോഡീൻ്റെ ഉള്ളിലൊക്കെയാണോ ഇത് കയറുന്നത്, അതിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ, കസ്ക്യൂട്ട എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണ്. അതിന് റൂട്ടും ലീവ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ മഞ്ഞ കളറിൽ കാണുന്ന വള്ളി പോലത്തെ സാധനങ്ങളെയാണ് നമ്മൾ കസ്ക്യൂട്ട എന്ന് വിളിക്കുക. ഓക്കെ, ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് ആണിത്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഏതെങ്കിലും മരത്തിന്റെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സിന്റെ മുകളിൽ ഇത് കയറിയിട്ട് ആ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡ് യൂസ് ചെയ്തിട്ട് ഇതിന് ന്യൂട്രീഷൻ കിട്ടും. ഓക്കെ, അതാണ് പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് കസ്ക്യൂട്ട. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ, കസ്ക്യൂട്ട. ഓക്കെ, കസ്ക്യൂട്ടനെ അമർ ബെൽ, ആകാശ് ബെൽ ഓർ ഡോഡർ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് വിച്ച് ഗ്രോസ് ഓൺ എ വെറൈറ്റി ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ കസ്ക്യൂട്ടയ്ക്ക് വെറൈറ്റി ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സും ഉണ്ടാവും. ഓക്കെ, കസ്ക്യൂട്ട പാരസൈറ്റ് ആണ്. ആ പാരസൈറ്റ് ഒരു ഹോസ്റ്റിന്റെ മുകളിൽ ചെന്ന് കയറിക്കൂടി എന്ത് ചെയ്യും? അതിലെ ഫുഡൊക്കെ അങ്ങ് വലിച്ചെടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി
എന്തൊക്കെയാണ് നമ്മൾ സാപ്രോഫൈറ്റിക്കും പറഞ്ഞു അല്ലേ, സാപ്രോട്രോഫ്സിനെ പറ്റി പറഞ്ഞില്ലേ. സോ ഗ്രൂപ്പ് ഫഞ്ചൈ ഓഫ് പ്ലാന്റ് കിങ്ഡം. ഓക്കെ, ഈ കസ്ക്യൂട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാരസൈറ്റിക്കിൽ ചില ഗ്രൂപ്പ് ഫഞ്ചൈസിൽ വരുന്ന ഓർഗാനിസംസും എന്തുണ്ട്, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഇനി പറയുന്നത്. ഗ്രൂപ്പ് ഫഞ്ചൈ ഓഫ് പ്ലാന്റ് കിങ്ഡം ഇസ് ഓൾസോ വിത്തൗട്ട് ക്ലോറോഫിൽ. ഓക്കെ, അതായത് ക്ലോറോഫിൽ ഇല്ലാത്ത ചില ഓർഗാനിസംസ് ഇതിലുണ്ട്, ഗ്രൂപ്പ് ഫഞ്ചയിലുണ്ട്. ഗ്രൂപ്പ് ഫഞ്ചയിൽ പ്ലാന്റയിൽ, കിങ്ഡം പ്ലാന്റയിലെ ചില ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഫഞ്ചൈ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ഇല്ലാത്ത, അപ്പം അത് പച്ച കളർ ആയിരിക്കില്ല അല്ലേ, ക്ലോറോഫിൽ ഇല്ലാത്ത ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ. സോ ഗ്രൂപ്പ് ഫഞ്ചൈ ഓഫ് പ്ലാന്റ് കിങ്ഡം ഇസ് ഓൾസോ വിത്തൗട്ട് ക്ലോറോഫിൽ. മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഈസ് ഓൾസോ ഗ്രൂ ആസ് parasites. Okay, for example, rust of wheat, smut of wheat, red rot of sugar cane. You can see ഈ പിക്ചറിൽ കാണാം. ഓക്കെ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, റസ്റ്റ് ഓഫ് വീറ്റ്, സ്മട്ട് ഓഫ് വീറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഫഞ്ചൈ. ഓക്കെ ഓക്കെ ഇനി സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ സാപ്രോട്രോഫ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ സാപ്രോട്രോഫ്സ്. ഓക്കെ, ഫഞ്ചൈ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ആർ നോൺ ഗ്രീൻ. എന്താ നോൺ ഗ്രീൻ എന്ന് പറയാൻ കാരണം, നോൺ ഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് വരണം ക്ലോറോഫിൽ ഇല്ലാന്ന്. ഓക്കെ, നോൺ ഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് വരിക ക്ലോറോഫിൽ ഇല്ലാന്ന് കേട്ടോ. സോ ദീസ് ഓർഗാനിസം അബ്സോർബ് ദെയർ ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ആ വേർഡ് ഓർത്ത് വെക്കുക. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഓർഗാനിസംസ് ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ചത്ത് ചീഞ്ഞളിഞ്ഞ മാറ്ററിൽ നിന്ന്, ഓർഗാനിസത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചത്ത് ചീഞ്ഞളിഞ്ഞ തിങ്സിൽ നിന്ന് ഫുഡ് എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ സാപ്രോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് മഷ്റൂം കഴിക്കാറില്ല, മഷ്റൂം നമ്മുടെ കൂണ്. ഓക്കെ, മഷ്റൂം അതിന് എക്സാമ്പിളാണ്. ബ്രെഡ് മോൾഡ് അതിന് എക്സാമ്പിളാണ്. ഈസ്റ്റ് അതിന് എക്സാമ്പിളാണ്. ഓക്കെ, ബ്രെഡ് മോൾഡ്, ബ്രെഡിൽ നമ്മൾ കുറേ പ്രാവശ്യം എക്സ്പയർഡ് ഒക്കെ ആയ ബ്രെഡ് അല്ലെങ്കിൽ മോയ്സ്ചറൊക്കെ തട്ടി കേട് വന്ന ബ്രെഡിൽ മോൾഡ് കാണും അല്ലേ. സോ ഈസ്റ്റ് ഓൾസോ എന്തിന് എക്സാമ്പിളാണ്, സാപ്രോട്രോഫ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സിന് എക്സാമ്പിളാണ്. ഈ ഓർഗാനിസത്തിന് എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുക, ഹൗ ഡു ദേ ഗെറ്റ് ദെയർ ന്യൂട്രീഷൻ ഓർ ഫുഡ്, എങ്ങനെ കിട്ടും, ത്രൂ അവർ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിലൂടെയാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, 2 കൈൻഡ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. ഏതൊക്കെയാണ്, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷനും ആൻഡ് സാപ്രോഫൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. ആൻഡ് ഓട്ടോട്രോഫ്സ് എന്താ, ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്താ, ഫോട്ടോസിന്തസിസ് എന്താ, ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ എന്താ, ക്ലോറോഫിൽ എന്താ, ക്ലോറോഫിലിന്റെ ഫംഗ്ഷൻ എന്താ, എങ്ങനെയാണ് പ്ലാന്റ്സിന് വാട്ടറും മിനറൽസും കിട്ടുന്നത്, എങ്ങനെയാണ് അത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത്, സ്റ്റൊമാറ്റോയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, എന്താണ് ന്യൂട്രീഷൻ എന്നുള്ള കാര്യമാണ് സിംപ്ലി നമ്മളൊരു ഇൻട്രഡക്ഷൻ എന്താ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ മതി. അപ്പം നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ ടോപ്പിക്കാണ് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ അസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുട്ടികളൊക്കെ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം. അസ്ത്ര എന്നാണ്, പേര് മറക്കണ്ട. അപ്പം ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും പഠിക്കാം. ഓക്കെ.